ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ നിയമനങ്ങളെക്കുറിച്ചാണ്. അതായത് 2023-24 കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട നിയമനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി 2023-24 കാലഘട്ടങ്ങളിലെ പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന വേദികളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. തുടർന്നും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഓരോ സെക്ഷൻ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു റാങ്ക് മേക്കിംഗ് സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷനിലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ ലഭിക്കും. കൂടാതെ നമ്മുടെ സിലബസിലുള്ള വിശദമായ ക്ലാസ്സുകൾ, സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വിശദമായ ക്ലാസ്സുകൾ മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാം 2023-24 കാലഘട്ടങ്ങളിൽ നടന്ന നിയമനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇനിയിപ്പോൾ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പല സ്ഥാനങ്ങളിലേക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് PSC സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് കേരളത്തിൽ നടന്നിട്ടുള്ള, ഇന്ത്യയിൽ നടന്നിട്ടുള്ള, ലോകത്തിലൊക്കെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, നമുക്ക് 5 പുതിയ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ടായിരുന്നല്ലേ? 5 സ്റ്റേറ്റ്സിലായിട്ട് നമുക്ക് പുതിയ 5 മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണെന്നുള്ളതും അല്ലെങ്കിൽ ഇവരാരാണെന്നുള്ളതും ഏത് പാർട്ടി ഉള്ളവരാണെന്നൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളും ഈ ഒരു ഒറ്റ പേജിലൂടെ പഠിക്കാം. അപ്പോൾ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളാണ്. ആരെന്ന് പറയുന്നത് നമ്മുടെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് ഇപ്പോൾ നിയമിതനായത്? തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായിട്ടാണ്. അടുത്തത് മിസോറാം സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. മിസോറാമിലെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലാൽ ദുഹോമ. ഇപ്പോൾ ലാൽ ദുഹോമയെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കൂറുമാറ്റ നിയമപ്രകാരം ലോക്സഭയിലും നിയമസഭയിലും അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ലാൽ ദുഹോമയാണ്. ഇദ്ദേഹമാണ് അടുത്തിടെ നമ്മുടെ മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോറാം നാഷണലിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഈ ഒരു പേരിനകത്ത് തന്നെ എന്തുണ്ട്? മിസോറാം എന്നുണ്ട്. അപ്പോൾ മിസോറാമിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? ലാൽ ദുഹോമയാണ്. സോറാം നാഷണലിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി. ഇനി മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് മോഹൻ യാദവ്. ഇവിടെ മധ്യപ്രദേശിൽ തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്ത് ചെയ്യുന്നു? മായിൽ തന്നെ തുടങ്ങുന്നു. അപ്പം മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം BJP പാർട്ടിക്കാരനാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ മോഹൻ യാദവ് എന്ന് പറയുന്ന വ്യക്തി മധ്യപ്രദേശ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇനി രാജസ്ഥാനിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഭജൻലാൽ ശർമ്മയാണ്. അപ്പം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ഭജന നടത്തുക എന്ന് പറയാറില്ലേ? അപ്പോൾ ശരിക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് അമ്പലത്തിൽ പോയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭജന നടത്തുക. അപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭജന നടത്തുന്നത്, അല്ലേ? അപ്പോൾ രാജസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭജൻ. രാജസ്ഥാനിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ പോയാണ് നമ്മൾ ഭജന നടത്തുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഭജൻലാൽ ശർമ്മയാണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഈ താഴത്തെ 3 മുഖ്യമന്ത്രിമാരും BJP പാർട്ടിയുടെ ആളാണ്. അപ്പം ഇവർ തെലങ്കാനയും മിസോറാമും മാത്രമാണ് BJPയിൽ അല്ലാത്തത്. അവരെ രണ്ടുപേരെയും മാത്രം ഓർത്ത് വെച്ചിരിക്കുക. ബാക്കി BJP ആണെന്ന് അല്ലാതെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. ഇനി അടുത്തതാണ് നമ്മുടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായി ആണേത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. ഇദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ്? ഭാരതീയ ജനതാ പാർട്ടിക്കാരനാണ്. അപ്പം തെലങ്കാനയിലാണ് രേവന്ത് റെഡ്ഡി. അദ്ദേഹമാണ് ഇതിൽ നിയമിക്കപ്പെട്ട ഏക കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അടുത്തത് മിസോറാമിൽ ലാൽ ദുഹോമയാണ്. ഇദ്ദേഹം സോറാം നാഷണലിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിക്കാരനാണ്. ഇനി മധ്യപ്രദേശിൽ മോഹൻ യാദവ് BJP, രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ BJP, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി ഭാരതീയ ജനതാ പാർട്ടിയിലെ വിഷ്ണുദേവ് സായി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയാണ്. ഇനി ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? 36 കോട്ടകളെന്നാണ്, അല്ലേ? അപ്പോൾ ഈ കോട്ടയിൽ ആരിയ്ക്കുന്നു? വിഷ്ണു ദൈവം ഇരിക്കുന്നു എന്നർക്കുക. അപ്പോൾ വിഷ്ണുദേവ് എവിടെ? ഛത്തീസ്ഗഡ്. ഓക്കെ. ഏത് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ BJPയുടെ ആണ്. ഇനി നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് നിയമിതനായ വ്യക്തി ആരാണെന്ന് നോക്കാം. അദ്ദേഹമാണ് അജയ് കുമാർ ശ്രീവാസ്തവ. അജയ് കുമാർ ശ്രീവാസ്തവയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ MDയും അതേപോലെ തന്നെ CEO-യുമായിട്ട് നിയമിതനായത്. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായ വ്യക്തിയാണ് എയർ മാർഷൽ പങ്കജ് മോഹൻ സിൻഹ. എയർ മാർഷൽ പങ്കജ് മോഹൻ സിൻഹയാണ് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് നിയമിതനായത് പങ്കജ് മോഹൻ സിൻഹയാണ്. ഇനി 2024 ജനുവരിയിൽ സൗദി അറേബ്യയുടെ ടെന്നീസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റാഫേൽ നദാലാണ്. റാഫേൽ നദാൽ 2024 ജനുവരിയിലാണ് ഈ നിയമനം നടക്കുന്നത്. സൗദി അറേബ്യയുടെ ടെന്നീസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ കായിക താരമാണ് ആരെന്ന് പറയുന്നത്? റാഫേൽ നദാൽ എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ വംശജനാണ്. ഇദ്ദേഹം നിയമിതനായത് US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആരെന്ന് പറഞ്ഞത് AC ചരണിയ. AC ചരണിയ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റായിട്ട് നിയമിതനായത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇദ്ദേഹം ഇന്ത്യൻ വംശജനായ വ്യക്തിയാണ്. AC ചരണിയ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇനി ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് ഗബ്രിയേൽ അത്താൽ. ഗബ്രിയേൽ അത്താൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇദ്ദേഹമാണ് ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അത്താൽ ആണ്. ഗബ്രിയേൽ അത്താൽ. ഇനി കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ടതാണ് ആരെന്ന് പറയുന്നത്? BD മിശ്ര. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ടതാണ് BD മിശ്ര എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ അത്താൽ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇസ്രയേൽ പ്രധാനമന്ത്രിയായി 6ാം തവണയും അധികാരമേറ്റ വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പേര്. അപ്പോൾ ആ പേരിൽ മാറ്റമൊന്നുമില്ല. ഇദ്ദേഹം 6ാം തവണയാണ് ഇതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ 6ാം തവണയാണ് അധികാരത്തിലേറുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഇസ്രയേൽ ലിക്വിഡ് പാർട്ടി. ഇസ്രയേൽ ലിക്വിഡ് പാർട്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടി എന്ന് പറയുന്നത്. 6ാമത്തെ തവണയാണ് ഇദ്ദേഹം വീണ്ടും അധികാരം ഏൽക്കുന്നത്. ഇനി ഗുലാബ് ചന്ദ് കദേരിയ ഏത് സംസ്ഥാനത്തെ ഗവർണറായിട്ടാണ് നിയമിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാം സംസ്ഥാനത്തിൻ്റെയാണ്. ഗുലാബ് ചന്ദ് കദേരിയ ആസാമിൻ്റെ ഗവർണറാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ജാർഖണ്ഡ് ഗവർണറായി 2023 ഫെബ്രുവരിയിൽ നിയമിക്കപ്പെട്ട വ്യക്തിയായിരുന്നു CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ ജാർഖണ്ഡ് ഗവർണറായി 2023 ഫെബ്രുവരിയിൽ നിയമിതനായ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇനി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ S. അബ്ദുൾ നസീർ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശിൻ്റെയാണ്. അദ്ദേഹം മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു. പേര് S. അബ്ദുൾ നസീർ. ഇപ്പോൾ ഈ അബ്ദുൾ നസീർ എന്ന് പറയുന്ന വ്യക്തി ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറാണ്. ഇനി പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെട്ട മലയാളിയാണ് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ. ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ. അപ്പോൾ ഇദ്ദേഹം പാട്നയിൽ വിനോദയാത്രയ്ക്ക് പോയി എന്നാലോചിക്കുക. അപ്പോൾ പാട്ന ഹൈക്കോടതിയിൽ വിനോദയാത്രയ്ക്ക് പോയി എന്നാലോചിക്കുക. അപ്പോൾ പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ടത്. ഇനി ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിക്കപ്പെട്ടതാണ് രാജീവ് സിംഗ് രഘുവംശി. രാജീവ് സിംഗ് രഘുവംശി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് രാജീവ് സിംഗ് രഘുവംശിയാണ്. രാജീവ് സിംഗ് രഘുവംശി. ഇനി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു. ഈ പേര് നമുക്കറിയാം, CAG ആയിരുന്നു അല്ലേ? CAG ആണല്ലേ? അപ്പം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിതനായത് ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്.
ഇനി ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ വ്യക്തി, ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ PSC പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ വ്യക്തിയാണ് രുചിര കാംബോജ്. രുചിര കാംബോജ്. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിക്കപ്പെട്ട വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? രുചിര കാംബോജ് ആണ്. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞ പോയിന്റാണ്. ഇനി യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി നിയമിക്കപ്പെട്ട പ്രശസ്ത ബോളിവുഡ് നടനാണ് ആയുഷ്മാൻ ഖുരാന. ആയുഷ്മാൻ ഖുരാനയാണ് യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി നിയമിക്കപ്പെട്ട പ്രസിദ്ധ സിനിമാ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ആയുഷ്മാൻ ഖുരാനയാണ്. ഇനി ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ നടി ആരാണെന്ന് ചോദിച്ചാൽ അത് ദീപിക പദുക്കോൺ ആണ്. ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ നടിയാണ് ദീപിക പദുക്കോൺ. ഇനി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട നടനാണ് തമിഴ് നടനായ മാധവൻ. ആർ മാധവൻ എന്ന് പറയുന്ന നമ്മുടെ നടൻ മാധവൻ, അദ്ദേഹമാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കാറുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിലെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത്? രുചിര കാംബോജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ ബ്രാൻഡ് അംബാസിഡറാണ് ആര്? ആയുഷ്മാൻ ഖുരാന എന്ന് പറയുന്ന വ്യക്തി. ഇനി ഹുണ്ടായി മോട്ടോഴ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ പ്രശസ്ത സിനിമാ താരമാണ് ദീപിക പദുക്കോൺ എന്ന് പറയുന്നത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട പ്രശസ്ത നടനാണ് ആർ മാധവൻ. ഓക്കെ, ഇനി അടുത്തത് 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മലയാളി ഇതിനകത്ത് അംഗമായിട്ടുണ്ട്. ഒരു മലയാളി നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായിട്ടുണ്ട്. അവരുടെ പേരാണ് ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു ആണ് 16ാം ധനകാര്യ കമ്മീഷനിൽ, അതായത് അരവിന്ദ് പനഗരിയെ ഹെഡ് ചെയ്യുന്ന 16ാം ധനകാര്യ കമ്മീഷനിലെ അംഗമായ മലയാളിയാണ്. അപ്പോൾ മലയാളി ആയതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ്. അത് ആനി ജോർജ് മാത്യു ആണ്. ഇതാണ് ആനി ജോർജ് മാത്യു. അപ്പോൾ നമ്മൾ സിനിമാ നടി ആനിയായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ആനിയാണ് എന്ത്? ധനകാര്യ കമ്മീഷനിലേക്ക് പോയ മലയാളി എന്ന് കണക്ട് ചെയ്തിട്ടിരിക്കുക. ഇനി റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ജയ വർമ്മ സിൻഹ. ജയ വർമ്മ സിൻഹയാണ് എന്ത്? റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സണായ വനിത ആരാണെന്ന് ചോദിച്ചാൽ ജയ വർമ്മ സിൻഹയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തിയാണ് ജയ വർമ്മ സിൻഹ. പേര് മറന്നു പോയത്, ജയ വർമ്മ സിൻഹ. ഇനി CRPFൻ്റെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ദയാൽ സിംഗ് ആണ്. അനീഷ് ദയാൽ സിംഗ് ആണ് CRPFൻ്റെ പുതിയ നേതാവ് അല്ലെങ്കിൽ മേധാവി. ഇനി CRPFൻ്റെ പുതിയ മേധാവി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അനീഷ് ദയാൽ സിംഗ്. ഈ അനീഷ് എന്ന് പറയുന്ന പേര് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങ് പേരിൽ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിടുക. CRPFലാണ്, പുള്ളി CRPFലാണെന്ന് കണക്ട് ചെയ്തിടുക. അപ്പോൾ CRPFൻ്റെ മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അനീഷ് ആണെന്ന് ഓർത്തിരിക്കുക. അനീഷ് ദയാൽ സിംഗ് ആണ് CRPFൻ്റെ മേധാവി. കാര്യം ഇത് പറയുന്ന കാര്യം ഫോഴ്സിൽ ഇപ്പോൾ കുറേ മേധാവികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിരിഞ്ഞു പോവാതിരിക്കാൻ അങ്ങനെ കണക്ട് ചെയ്തിടാൻ പറഞ്ഞത്. ഇനി ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ആണ്. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ആണ്. വി ശ്രീനിവാസ് ആണ്. ഓക്കെ, ഇനി ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ITBPയുടെ മേധാവിയായി നിയമിതനായത് രാഹുൽ രസ്ഹോത്രയാണ്. രാഹുൽ രസ്ഹോത്രയാണ്. അപ്പോൾ ITBP എന്താണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ രസ്ഹോത്രയാണ്. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്തിടാം. രാഹുൽ എന്ന് പറയുന്ന ഫ്രണ്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും കാണും. അപ്പം ITBP എന്ന് പറയുന്നത് രാഹുലാണ് അതിൻ്റെ മേധാവിയായിട്ട് വന്നതെന്ന് ഓർക്കുക. അപ്പം രാഹുൽ രസ്ഹോത്രയാണ് ITBPയുടെ മേധാവിയായി നിയമിതനായത്. ഇനി നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനായ വ്യക്തിയാണ്
വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ദിനേശ് കെ ത്രിപാഠിയാണ് നമ്മുടെ നാവികസേനയുടെ പുതിയ ഉപമേധാവിയായിട്ട് നിയമിതനായത്. ഇനി UAE-യുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. സുൽത്താൻ അൽ നയാദി എന്തായിട്ടാണ് നിയമിതനായത്? നമ്മുടെ UAE-യുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ആരാണ്? ബഹിരാകാശ സഞ്ചാരിയാണ്. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 6 മാസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച സുൽത്താൻ അൽ നയാദി ആദ്യമായി ബഹിരാകാശത്ത് നടന്ന അറബ് വംശജൻ കൂടിയാണ്. അപ്പോൾ ആദ്യമായി ബഹിരാകാശത്ത് നടന്ന അറബ് വംശജൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം സുൽത്താൻ അൽ നയാദിയാണ്. സുൽത്താൻ അൽ നയാദിയാണ്. ഇദ്ദേഹമാണ് UAE-യുടെ യുവജനകാര്യ മന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് സുൽത്താൻ അൽ നയാദി. അപ്പോൾ സുൽത്താൻ എന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹം നമുക്ക് യുവജനകാര്യ മന്ത്രിയായിട്ടൊന്നും നിയമിക്കപ്പെടത്തില്ല എന്ന് വിചാരിക്കരുത്. ഇദ്ദേഹമാണ് യുവജനകാര്യ മന്ത്രിയായിട്ട് UAE-യുടെ യുവജനകാര്യ മന്ത്രിയായിട്ട് നിയമിതനായത്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് വംശജൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? സുൽത്താൻ അൽ നയാദി എന്ന് പറയുന്ന വ്യക്തി. ഇനി ലോക വ്യാപാര സംഘടനയിലെ അതായത് WTO-യിലെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് സെന്തിൽ പാണ്ഡ്യൻ. സെന്തിൽ പാണ്ഡ്യൻ. അപ്പോൾ WTO-യുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് സെന്തിൽ പാണ്ഡ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ പേര് കേൾക്കുമ്പോൾ ഒരു തമിഴ് ടച്ചാണ് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ ആലോചിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പം തമിഴ്നാട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്, വ്യാപാര സംഘടനയുടെയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന എന്ന് ആലോചിക്കുക. അപ്പം വ്യാപാരം എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്ത് പേര്? ഒരു തമിഴ് ടച്ചുള്ള പേരാണ്, അതായത് സെന്തിൽ പാണ്ഡ്യൻ എന്ന പേര്. ഓക്കെ, അപ്പോൾ സെന്തിൽ പാണ്ഡ്യനാണ് നമ്മുടെ WTO-യുടെ എന്തായിട്ട് ഇന്ത്യയുടെ അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തിയാണ് സെന്തിൽ പാണ്ഡ്യൻ എന്ന വ്യക്തി. ഇനി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തിയാണ് ശ്രീകല എന്ന് പറയുന്ന വ്യക്തി. ശ്രീകല. അപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തിയാണ് ശ്രീകല. അപ്പോൾ ഈ ശ്രീ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഐശ്വര്യം എന്നല്ലേ? അപ്പം മലിനീകരിക്കപ്പെട്ട അത് മാറുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ട ഒരു സ്ഥലം ഇതാവുമ്പോൾ എന്താവും? അവിടെ ഒരു ഐശ്വര്യം വന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ? മലിനീകരണമാണ്, മാലിന്യമല്ല, മലിനീകരണമാണ്. അപ്പം മലിനീകരണപ്പെട്ടൊരു സ്ഥലം മാറണമെങ്കിൽ അവിടെ എന്ത് വരണം? ഐശ്വര്യം വരണം അല്ലേ? അപ്പോൾ ഐശ്വര്യമുള്ള ഒരാൾ വന്നു എന്നാലോചിക്കുക. ശ്രീകല എന്ന വ്യക്തിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തിയാണ് ശ്രീകല എന്ന വ്യക്തി. ഇനി അടുത്തത് ശുചിത്വ മിഷനാണ്. അപ്പോൾ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് UV ജോസ് ആണ്. അപ്പോൾ ശുചിത്വം വന്നു കഴിയുമ്പം ഐശ്വര്യം വന്നു എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. മലിനീകരണം മാറുമ്പോൾ എന്ത് ചെയ്യും? ഐശ്വര്യം വരുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പം മലിനീകരിക്കപ്പെട്ടൊരു സാധനം മാറാൻ വേണ്ടി എന്ത് ചെയ്തു? ഐശ്വര്യമുള്ള ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു. ആരെ? ശ്രീകല. അപ്പോൾ ശ്രീ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇനി ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് UV ജോസ് എന്ന വ്യക്തി. UV ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശുചിത്വ മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് UV ജോസ്. അടുത്തതാണ് ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വനിതയാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ 12ാമത് പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ഷെയ്ഖ് ഹസീന. ഇനി 5ാം തവണയാണ് ഷെയ്ഖ് ഹസീന എന്താകുന്നത്? ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത്. എത്രാമത്തെ തവണ? 5ാമത്തെ തവണയാണ്. ഇനി തുടർച്ചയായി 4ാം തവണ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പ്രധാനമന്ത്രിയാവുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 5ാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുന്നത്. തുടർച്ചയായ 4ാം തവണ കൂടിയാണ് ഇവർ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയാകുന്നത്. ഇനി ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവായി ചുമതലയേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഫെഡറിക് 10ാമനാണ്. ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഫെഡറിക് 10ാമൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ 4ാമൻ, 5ാമൻ, 3ാമൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പൊതുവെ രാജാക്കന്മാരെയാണ് അല്ലേ? അപ്പം നമ്മുടെ ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഫെഡറിക് 10ാമൻ. ഫെഡറിക് 10ാമനാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ
പ്രസിഡന്റായി 3ാം തവണയും നിയമിതനായ വ്യക്തിയാണ് ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി 3ാമത്തെ തവണയും നിയമിതനായ വ്യക്തിയാണ് ജയ് ഷാ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ നിയമനം ആദ്യമൊക്കെ കുറച്ച് വിവാദം ഉണ്ടാക്കിയായിരുന്നു. കാര്യം ഇദ്ദേഹം അമിത് ഷായുടെ മകനാണ്. അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി 3ാം തവണയും നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജയ് ഷാ എന്ന് പറയുന്നത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി 3ാം തവണയും നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജയ് ഷാ എന്ന് പറയുന്നത്. അപ്പം അമിത് ഷായുടെ മകനായ ജയ് ഷാ. ഇനി മലേഷ്യയുടെ പുതിയ രാജാവായി സ്ഥാനമേറ്റുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഇബ്രാഹിം ഇസ്കന്ദർ ആണ്. മലേഷ്യയുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇബ്രാഹിം ഇസ്കന്ദർ ആണ്. എന്നാൽ ഡെൻമാർക്കിന്റെ ആരാണെന്ന് ചോദിച്ചാൽ അത് ഫെഡറിക് 10ാമനാണ്. അപ്പോൾ മലേഷ്യയുടെ പുതിയ രാജാവായി സ്ഥാനമേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ ആണ്. അപ്പോൾ ഇദ്ദേഹം ഇച്ചിരി പ്രായമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടൊരു ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ളൊരു പേരാണെന്ന് ഓർത്തിരിക്കുക. മലേഷ്യയുടെ പുതിയ രാജാവായി സ്ഥാനമേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ ആണ്. ഇനി ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ചെമ്പായി സോറൻ. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ചെമ്പായി സോറനാണ്. ഹേമന്ത് സോറൻ രാജിവെച്ചപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്നത്. അപ്പോൾ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ അത് ചെമ്പായി സോറൻ. ഇനി യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ അത് കുറച്ച് നീളമുള്ളൊരു പേരാണ്. അഹമ്മദ് അവദ് ബിൻ മുബാറക് ആണ് ഏത് രാജ്യത്തിൻ്റെ? യമൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത്. യമൻ്റെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് അഹമ്മദ് അവദ് ബിൻ മുബാറക് എന്ന വ്യക്തി. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നവാഫ് സലീം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നവാഫ് സലാം എന്ന വ്യക്തി. അപ്പം ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് നവാഫ് സലാം എന്ന വ്യക്തി. ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണത്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജൂലിയ സെബൂട്ടിൻ്റെ ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വൈസ് പ്രസിഡന്റായിട്ട് നിയമിതയായത്. ഇനി ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് അലക്സാണ്ടർ സ്റ്റബ്ബാണ് ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം സന്തോഷ സൂചികയിൽ എപ്പോഴും 1ാമത് വരുന്ന രാജ്യമാണ് ഇതെന്ന് പറയുന്നത് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ അലക്സാണ്ടർ സ്റ്റബ്ബ് എന്ന് പറയുന്ന വ്യക്തി. ഇനി ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആ പേര് ഇച്ചിരി ഒരു വല്ലാത്ത പേരാണ്. പ്രബോവോ സുബിയാന്തോ എന്ന വ്യക്തിയാണ് ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രബോവോ സുബിയാന്തോ എന്ന വ്യക്തി. ഇനി ബ്രസീലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ലുലാഡ സിൽവ. ബ്രസീൽ സിൽവ എന്ന് ആലോചിച്ചോളുക. ബ്രസീൽ സിൽവ എന്ന് നമ്മൾ കണക്ട് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ലുലാഡ സിൽവ. ഇനി ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി ആരാണ് എന്ന് ചോദിച്ചാൽ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദിഗ്വേദിയാണ്. ഉപമേധാവിയാണ് ഇദ്ദേഹം അല്ലേ? ഉപമേധാവിയാണ് ആര്? ഉപേന്ദ്ര ദിഗ്വേദി. ഏതിൻ്റെ? നമ്മുടെ കരസേനയുടെ ഉപമേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്ന് ഓർത്തിരിക്കുക. ഇനി KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? അതാണ് പ്രമോജ് ശങ്കർ ആണ് എന്ത്? KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തിയാണ് ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജോർട്ടി എം ചാക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരള ബാങ്കിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും അല്ലേ? അപ്പോൾ ഈ പൈസ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യും? ചാക്ക് കൊണ്ടുപോയി നോക്കുക. അപ്പോൾ കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ജോർട്ടി എം ചാക്കോ.
ഇനി ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് ഖാൻ വിൽക്കർ ആണ്. ജസ്റ്റിസ് ഖാൻ വിൽക്കർ ആണ് ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായത്. ഇത് നല്ലൊരു ചോദ്യമാണ്, ചോദിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ലോക്പാലിന്റെ നമ്മുടെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ഖാൻ വിൽക്കർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനിയുള്ളത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉണ്ട്, അപ്പോൾ തിരിഞ്ഞു പോകരുത്. പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി. ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത്. ഇനി APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ധർമ്മരാജ് അഡാട്ട്. ധർമ്മരാജ് അഡാട്ട് എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാൻ. ആദ്യത്തേതായതുകൊണ്ട് എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് ധർമ്മരാജ് അഡാട്ട് എന്ന് പറയുന്ന വ്യക്തി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് ധർമ്മരാജ് അഡാട്ട്. ഇനി പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ആസിഫ് അലി സർദാരിയാണ്. ഈ പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പണ്ട് വാർത്തയൊക്കെ പത്രമൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ അല്ലേ നമുക്ക് കുറച്ചുകൂടെ പ്രധാനമന്ത്രിയെക്കാളും ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് ഏത്? ആസിഫ് അലി സർദാരി എന്നുള്ള പേര്. അപ്പം ഒന്നുകിൽ നമുക്കിത് സിനിമാ നടനുമായിട്ട് കണക്ട് ചെയ്തിടാം. പാകിസ്ഥാന്റെ 14ാമത്തെ പ്രസിഡന്റാണ് ആസിഫ് അലി എന്ന് നമുക്ക് ഓർത്തിരിക്കാം. പ്രസിഡന്റാണ് ആര്? ആസിഫ് അലി എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് നല്ല കേട്ട് പരിചയമുള്ള ആളായതുകൊണ്ട് പുള്ളി കുറച്ചും കൂടി ഉയർന്ന ഒരു പൊസിഷനിലായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പം പാകിസ്ഥാന്റെ 14ാമത് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആസിഫ് അലി സർദാരിയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഷഹബാസ് ഷെരീഫ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് കിഷോർ മക്വാന. കിഷോർ മക്വാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. നമ്മുടെ നാഷണൽ SC/ST കമ്മീഷൻ്റെയൊക്കെ ചെയർമാൻ ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കിഷോർ മക്വാന. കിഷോർ മക്വാന എന്ന വ്യക്തി. ഇനി ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരായിരുന്നു? അത് നയാബ് സിംഗ് സൈനിയാണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി. ഇത് ആദ്യത്തിൻ്റെ കൂടെ ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ 5 പേരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ ഇതായിട്ട് പഠിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ പേരുമായിട്ട് കൺഫ്യൂഷൻ വരത്തില്ല. അവർ ഒരുപോലെ വന്നതുകൊണ്ട് കുറച്ച് പേരൊക്കെ ആ പേരുകൾ ഒരുമിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതുമായിട്ട് മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? നയാബ് സിംഗ് സൈനി. നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി. നയാബ് സിംഗ് സൈനി. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? AS രാജീവാണ്. AS രാജീവാണ് എന്ത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ്. അപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോയിന്റ് അറിഞ്ഞിരിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ പേരാണ് AS രാജീവ്. AS രാജീവാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായത്. ഇനി പലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? മുഹമ്മദ് മുസ്തഫ എന്ന വ്യക്തി. മുഹമ്മദ് മുസ്തഫ. ഇനി 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? അദ്ദേഹമാണ് രാഹുൽ സിംഗ്. രാഹുൽ സിംഗ് ആണ് 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായത്. രാഹുൽ സിംഗ് ആണ്. ഇനി 2024 മാർച്ചിൽ പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് നവനീത് കുമാർ സെഹാൽ. നവനീത് കുമാർ സെഹാൽ ആണ് എന്തെന്ന് പറയുന്നത്? 2024 മാർച്ചിൽ പ്രസാർ ഭാരതിയുടെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി. ഇത് രണ്ടും റീസെൻ്റ്ലി നടന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. അപ്പം 2024 മാർച്ചിൽ പ്രസാർ ഭാരതിയുടെ ചെയർമാനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നവനീത് കുമാർ സെഹാൽ. ഇനി ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നവീൻ ജിൻഡാൽ ആണ്. നവീൻ ജിൻഡാൽ ആണ് ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് നവീൻ ജിൻഡാൽ. ഇനി കേരള കള്ള് വ്യവസായ വികസന ബോർഡ് പ്രഥമ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് UP ജോസഫ് ആണ്. UP ജോസഫ്. അപ്പം കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ
പ്രഥമ അധ്യക്ഷൻ, ആദ്യത്തെ അധ്യക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് UP ജോസഫ് ആണ്. ഇനി റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് വിനയ് കുമാർ. വിനയ് കുമാർ. അപ്പം റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആണ് ആരെന്ന് പറയുന്നത്? വിനയ് കുമാർ എന്ന് പറയുന്നത്. അപ്പം റഷ്യയാണ്, ഇത് ഓർത്തിരിക്കുക. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് വിനയ് കുമാർ. ഇനി ദേശീയ അന്വേഷണ ഏജൻസി NIA പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് സദാനന്ദ് വസന്ത് ദാതെ. സദാനന്ദ് വസന്ത് ദാതെയാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി NIA പുതിയ മേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞത്? സദാനന്ദ് വസന്ത് ദാതെ. അപ്പോൾ NIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്വേഷണ ഏജൻസിയാണ്. ഇപ്പം എന്ത് സദാസമയം ഇവരെന്തായിരിക്കും? വളരെ വിജിലൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ സദാനന്ദ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ദേശീയ അന്വേഷണ ഏജൻസിയുടെ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് സദാനന്ദ് വസന്ത് ദാതെ. അപ്പോൾ സദാസമയവും വിജിലൻ്റ് ആയിരിക്കും എന്നിങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ സദാസമയം അവരിങ്ങനെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് കണക്ട് ചെയ്തിടുക. സദാനന്ദ് വസന്ത് ദാതെ. സദാനന്ദ് വസന്ത് ദാതെ എന്ന വ്യക്തി. ഇനി അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൈമൺ ഹാരിസ് ആണ്. സൈമൺ ഹാരിസ് ആണ് അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സൈമൺ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി. ഇനി അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി കൂടിയാണ് ആരെന്ന് പറയുന്നത്? സൈമൺ ഹാരിസ് എന്ന വ്യക്തി. അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സൈമൺ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി. ഇനി പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ഡോക്ടർ KS അനിലാണെന്ന് ഓർത്തിരിക്കുക. മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാര്യം ഇപ്പോൾ അത് റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ചോദിക്കാം. വൈസ് ചാൻസലർ മാറിയിരുന്നു. അപ്പോൾ പുതിയതായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ KS അനിൽ എന്ന് പറയുന്ന വ്യക്തി. ഇനി ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായ വ്യക്തിയാണ് VP ജഗതിരാജ് എന്ന് പറയുന്ന വ്യക്തി. VP ജഗതിരാജ്. അപ്പം ജഗതിയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരാണ് പ്രൊഫസർ VP ജഗതിരാജ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും മാത്രം എടുക്കുന്നു, ഇത്രയും എടുത്ത് കണക്ട് ചെയ്തിടുന്നു. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല SN ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജഗതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്താണ് പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് ലൂയിസ് മോണ്ടിനെഗ്രോ എന്ന വ്യക്തി. ലൂയിസ് മോണ്ടിനെഗ്രോ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ്. ഇനി ഇന്ത്യൻ വോളിബോൾ പുതിയ പരിശീലകനായി നിയമിതനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡ്രാഗൺ മിഹൈലോവിച്ച് ആണ്. ഇതിനകത്ത് നമ്മൾ ഡ്രാഗൺ മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം നമുക്ക് ഇന്ത്യൻ വോളിബോളിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡ്രാഗൺ ആണ്. ഡ്രാഗൺ എന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ഡ്രാഗൺ മിഹൈലോവിച്ച് എന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇന്ത്യൻ വോളിബോളിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് ഡ്രാഗൺ മിഹൈലോവിച്ച് ആണ്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൻഷ മിശ്രയാണ്. UPSCയുടെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹൻഷ മിശ്ര എന്ന് പറയുന്ന വ്യക്തി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബംഗാളിൽ CPM അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകയാരാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഒരു സംഭവമല്ല. പക്ഷേ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ടും ഒരു പർപ്പസിന് വേണ്ടി നിയോഗിക്കപ്പെട്ട എന്ന നിലയ്ക്കാണ് ഈ ഒരു പോയിന്റ് ഇവിടെ ചേർത്തത്. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബംഗാളിൽ ഏത് പാർട്ടിക്കാര്? CPM അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരികയാണ് ആരെന്ന് പറയുന്നത്? സമത എന്ന് പറയുന്നത്. സമത എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പോയിന്റ് പോലെ ആഡ് ചെയ്തതാണ്. എന്താണ്? സമത. ഇനി 2024 മാർച്ചിൽ UN ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിതനായ വ്യക്തിയാണ് കമൽ കിഷോർ എന്ന വ്യക്തി. കമൽ കിഷോർ. അപ്പം 2024 മാർച്ചിൽ എന്താണ്? UN ഡിസാസ്റ്റർ റിസ്ക് ഡിഡക്ഷൻ്റെ, ഞാൻ എപ്പോഴും പറഞ്ഞു UN എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ UN ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കമൽ കിഷോർ എന്ന വ്യക്തി. കമൽ കിഷോർ എന്ന വ്യക്തി. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രൊഫസർ സ്വാർത്ഥ് ദാസ് ആണ്. പ്രൊഫസർ സ്വാർത്ഥ് ദാസ് ആണ്. എന്ത്?
ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് എന്തെന്ന് പറയുന്നത് പ്രൊഫസർ സ്വാർത്ഥ് ദാസ് എന്ന് പറയുന്ന വ്യക്തി. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ സൈനിക ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ്. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലേഡി ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിൽ വരുന്ന ലേഡിയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ സിയാച്ചിനിലെ സൈനിക ഓഫീസറായി നിയമിതയായ ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിയാച്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരിക അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കൈലാസം ശിവൻ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് നിൽക്കുന്നത്. അപ്പം ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എവിടെ നമ്മുടെ സിയാച്ചിനിൽ എന്തായിട്ട് നിയമിതനായി സൈനിക ഓഫീസറായി നിയമിതയായ ആദ്യത്തെ വ്യക്തിയും എന്തുമായിട്ട് ബന്ധപ്പെട്ട് പേരെന്തുമായിട്ട് ബന്ധപ്പെട്ട് ശിവ എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശിവ ചൗഹാൻ എന്ന് പറയുന്നത് സിയാച്ചിനിലെ ആദ്യത്തെ സൈനിക ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണെന്ന് ഓർത്തിരിക്കുക. ഇനി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായ മുൻ ഫുട്ബോൾ താരമാരാണ് എന്ന് ചോദിച്ചാൽ യു ഷറഫ് അലിയാണ്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായ മുൻ എന്ത് താരമാണ് ഇദ്ദേഹം? ഫുട്ബോൾ താരമാണ് കേട്ടോ. ഫുട്ബോൾ താരം. ചിലപ്പോൾ ഇങ്ങനെ വേണമെന്ന് ചോദിക്കാം, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായ യു ഷറഫ് അലി ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് കായിക ഇനത്തിലായിരുന്നു പ്രശസ്തനായിരുന്നു, അല്ലെ ഏത് കായിക മേഖലയിൽ നിന്നുള്ള ആളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫുട്ബോൾ ആണ് കേട്ടോ. അപ്പം കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായ മുൻ ഫുട്ബോൾ താരമാണ് ആരെന്ന് പറയുന്നത് യു ഷറഫ് അലി എന്ന വ്യക്തി. ഇനി നീതി ആയോഗിന്റെ പുതിയ CEO ആയി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് BVR സുബ്രഹ്മണ്യം എന്ന വ്യക്തി. ഇനി ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒലാഫ് ഷോൾസ് ആണ്. ഒലാഫ് ഷോൾസ് ആണ് ജർമ്മനിയുടെ പുതിയ ചാൻസലറായിട്ട് നിയമിതനായതാണ് ആരെന്ന് പറയുന്നത് ഒലാഫ് ഷോൾസ് എന്ന വ്യക്തി. ഇനി ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റ് ആണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ആണ് എന്ത് ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തി. ഇനി കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ അത് സജി ഗോപിനാഥ് ആണ്. ആദ്യത്തെ എന്ന് വന്നതുകൊണ്ട് തന്നെ അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ അത് സജി ഗോപിനാഥ് ആണ്. സജി ഗോപിനാഥ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രാംചന്ദ്ര പൗഡൽ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിൻ്റെയാണ്? നേപ്പാളിൻ്റെ ആണ്. നേപ്പാളിൻ്റെ പുതിയ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് രാംചന്ദ്ര പൗഡൽ എന്ന് പറയുന്നത്. ഇനി വോ വാൻ തുങ് ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആണ്? വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് വോ വാ തുങ് എന്ന് പറയുന്നത് വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ് ആണ്. വോ വാൻ തുങ് വിയറ്റ്നാം പ്രസിഡന്റ് ആണ്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? മാധവ് കൗശിക് ആണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു പോയിന്റ് ആണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് മാധവ് കൗശിക് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് എം ഷാജർ. എം ഷാജർ ആണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് എം ഷാജർ എന്ന വ്യക്തി. ഇനി UPSC ചെയർമാനായി 2023 മെയ്യിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചത് മനോജ് സോണിയാണ്. മനോജ് സോണി UPSCയുടെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മനോജ് സോണിയാണ്. ഇനി ട്വിറ്ററിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ലിൻഡ യക്കാരിനോ. ലിൻഡ യക്കാനിനോ ഇതാണ് ആ ലേഡി. അപ്പോൾ ട്വിറ്ററിൻ്റെ പുതിയ CEO ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ലിൻഡ യക്കാരിനോ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി 2023 സമർപ്പിക്കപ്പെട്ട കേരള നിയമസഭ ചട്ടപരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് K രാധാകൃഷ്ണനായിരുന്നു. രാധാകൃഷ്ണനായിരുന്നു. മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ 2023 സമർപ്പിക്കപ്പെട്ട കേരള നിയമസഭ ചട്ട
പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? അത് കെ രാധാകൃഷ്ണനായിരുന്നു. അപ്പോൾ ഈ ട്വിറ്ററിൻ്റെ CEO ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ട്വിറ്ററിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലിൻഡ യക്കാരിനോ ആണ്. ലിൻഡ എന്ന് ഓർത്തിരുന്നാൽ മതി. ലിൻഡ യക്കാരിനോ ആണ്. ഇനി സാന്റിയാഗോ പെനി ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ പരാഗ്വേ ആണ്. പരാഗ്വേ 2023-24 കാലഘട്ടം നടന്നുകൊണ്ട് കുറേ ലോക നേതാക്കളുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സാന്റിയാഗോ പെനി ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? പരാഗ്വേയുടെ പുതിയ പ്രസിഡന്റാണ് സാന്റിയാഗോ പെനി എന്ന് പറയുന്നത്. ഇനി റസപ്പ് തയ്യിപ്പ് എർദോഗൻ ഏത് രാജ്യത്തെ പ്രസിഡന്റായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ തുർക്കിയാണ്. ഇദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ തുർക്കിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റൈസപ്പ് തയ്യിപ്പ് എർദോഗൻ എന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ റസപ്പ് തയ്യിപ്പ് എർദോഗൻ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? തുർക്കിയുടെ പ്രസിഡന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എലിസബത്ത് II രാജിക്ക് ശേഷം ഇംഗ്ലണ്ടിലെ രാജാവായി കിരീടധാരണം നടത്തിയത് ആരാണ്? ചാൾസ് മൂന്നാമനാണ്. ഓക്കെ, ചാൾസ് മൂന്നാമനാണ് എന്ത്? നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജാവായി കിരീടധാരണം നടത്തിയത് ചാൾസ് മൂന്നാമനാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആയി നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ വി വേണു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ വി വേണു എന്ന വ്യക്തി. ഡോക്ടർ വി വേണു. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ PSC റെഗുലറായിട്ട് ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. എസ് മണികുമാറാണ് എന്ത്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എസ് മണികുമാർ എന്ന വ്യക്തി. ഇനി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി നിയമിക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഇതും ചോദിക്കാൻ നല്ലൊരു പോയിന്റ് ആണ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി നിയമിക്കപ്പെട്ട പ്രശസ്ത സ്പോർട്സ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഇനി കേരളത്തിലെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. എന്ത്? കേരളത്തിന് DGP ആയിട്ട് നിയമിതനായ വ്യക്തി. ഇനി മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് അജയ് ലാംബ. ഇതും ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. കാര്യം ഒരുപാട് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മണിപ്പൂർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അജയ് ലാംബ എന്ന വ്യക്തിയാണ് അതിൻ്റെ അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായിട്ട് നിന്നത് ജസ്റ്റിസ് അജയ് ലാംബയാണെന്ന് ഓർത്തിരിക്കുക. ഇനി UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരതി ഹൊല്ല മെയ്നിയാണ്. ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. UN വന്നപ്പം വീണ്ടും ആ പോയിന്റ് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയി. അതായത് UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ആരെന്ന് പറയുന്നത്? ആരതി എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരാണ്. ആരതി ഹൊല്ല മെയ്നി എന്ന വ്യക്തി. ഇനി 2023 ഒക്ടോബറിൽ കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ ബി അനന്തകൃഷ്ണയാണ് 2023 ഒക്ടോബറിൽ എന്തായിട്ട് നിയമിതനായത്? കേരള കലാമണ്ഡലത്തിൻ്റെ എന്തായിട്ട് വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ഡോക്ടർ ബി അനന്തകൃഷ്ണയാണ്. ഇനി യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ അതാരാണ്? നീൽ മോഹനാണ്. എന്തിൻ്റെ? നമ്മുടെ യൂട്യൂബിൻ്റെ CEO ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ്. പക്ഷേ സിറ്റിസൺഷിപ്പ് ഏതാണ്? അമേരിക്കനാണ്. അപ്പം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ ആരാണ്? നീൽ മോഹനാണ്. ഇന്ത്യൻ വംശജൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗയാണ്. ലോക ബാങ്കിൻ്റെ തന്നെ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് ആരെന്ന് പറയുന്നത്? അജയ് ബംഗ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ പോയിന്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
താനൂർ ബോട്ട് അപകടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ. ഇനി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ജെ ബി കോശി എന്ന വ്യക്തി. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ ജെ ബി കോശി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കുറിച്ച് പഠിക്കാനായിട്ട് കേരള സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനാണെന്ന് പറയുന്നത് ജസ്റ്റിസ് ജെ ബി കോശി എന്ന് പറയുന്ന വ്യക്തി. ഇനി 2023 സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി ആര്? അത് മലയാളി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റായിട്ട് മാറി. അതാണ് കെ വി വിശ്വനാഥൻ. കെ വി വിശ്വനാഥനാണ് എന്തായത് 2023 സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ട് നിയമിതനായ മലയാളിയാണ് ആരെന്ന് പറയുന്നത് കെ വി വിശ്വനാഥൻ എന്ന് പറയുന്നത്. ഇനി നിലവിലെ പശ്ചിമ ബംഗാൾ ഗവർണറായിരിക്കുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സി വി ആനന്ദ ബോസ് ആണ്. സി വി ആനന്ദ ബോസ് ആണ് എന്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായിട്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നെ എന്ത് ആ പോയിന്റും റെലവൻ്റ് ആയി. ഇനി അടുത്ത ഒരു റീസെൻ്റ്ലി നടന്ന പോസ്റ്റിംഗ് ആണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ശ്രീകുമാർ കെ നായർ. ശ്രീകുമാർ കെ നായർ അതെവിടെയാണ്? വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ CEO ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ശ്രീകുമാർ കെ നായർ എന്ന വ്യക്തി. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതനായത് മേരി കോം ആണ്. മിഷനായി നിയമിതയായത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മേരി കോം ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഷെഫ് ഡി മിഷനായിട്ട് നിയമിതയായത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മേരി കോം ആണ്. 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പവൻ ദവുലുരിയാണ്. പവൻ ദവുലുരിയാണ്. അപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി 2024 മാർച്ചിൽ നിയമിതനായ ഇന്ത്യൻ വംശജൻ ആയതുകൊണ്ട് തന്നെ എന്തായി ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയി. ഇദ്ദേഹത്തിൻ്റെ പേരാണ് പവൻ ദവുലുരി. പവൻ ദവുലുരി എന്ന വ്യക്തി. ഇനി 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ ആണ് ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷനിൽ അംഗമായത്. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷനിൽ അംഗമായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഷൈനി വിൽസൺ എന്ന് പറയുന്നത്. ഇനി ലോക ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാകേഷ് മോഹൻ ആണ്. രാകേഷ് മോഹൻ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രാകേഷ് മോഹൻ എന്ന വ്യക്തി. ഇനി 2024 ഏപ്രിൽ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജുഡിത്ത് സുമിൻവ ടുലുഗയാണ്. 2024 ഏപ്രിലിൽ കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് കേട്ടോ. ആദ്യത്തെ ആയപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയി. അപ്പം ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എവിടുത്തെ കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായ വ്യക്തിയാണ് ജുഡിത്ത് സുമിൻവ. ജുഡിത്ത് സുമിൻവ എന്ന് മാത്രം ഓർത്തിരുന്നാലും മതി. ഇപ്പോൾ ജുഡിത്ത് സുമിൻവ ഏത് രാജ്യത്തിൻ്റെയാണ്? കോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായ ആദ്യത്തെ വനിതയാണ്. ഇനി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഒരു ലേഡിയാണ്. കെ ഗീതാകുമാരിയാണ്. പ്രൊഫസർ കെ ഗീതാകുമാരിയാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് കെ ഗീതാകുമാരിയാണ്. ഇനി രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ് രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റിക്സ് കമ്മിറ്റിയിൽ അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. ആദ്യത്തെ ആയപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയി. ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? PR ശ്രീജേഷ് ആണ്. പിന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിതയാണ് ഷെയ്ഫാലി ബി ശരൺ. ഷെയ്ഫാലി ബി ശരൺ ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിതയാണ് ഷെയ്ഫാലി ബി ശരൺ എന്ന വനിത. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2023-24 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള നിയമനങ്ങളെന്ന് പറയുന്നത്. അപ്പം കുറേ രാജ്യങ്ങളിലെ പ്രസിഡന്റും പ്രധാനമന്ത്രിമാരും ഒക്കെ മാറിയിട്ടുണ്ട്. കുറേ സ്ഥാനങ്ങളിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്.
അപ്പം ഇതെല്ലാം ഈ ആദ്യമായിട്ട് വന്നതാണെങ്കിൽ അത്, ആദ്യത്തെ വനിതയാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക, ഇന്ത്യൻ വംശജനാണെങ്കിൽ അത് പഠിക്കുക, മലയാളികളാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്